രൗദ്രം. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. ദക്ഷ. ഉറക്കെ വിളിച്ചുകൊണ്ട് രുദ്രൻ അവളെ വാരിയെടുത്തു. ദക്ഷ, എടെ കണ്ണു തുറക്ക്. ദക്ഷ. അവൻ അവളെ എടുത്തുകൊണ്ടുപോയി ബെഡിൽ കിടത്തി. അവളുടെ ദേഹത്തേക്ക് ബെഡ്ഷീറ്റ് എടുത്ത് കഴുത്തറ്റം വരെ പുതുപ്പിച്ചു. ദക്ഷ. അവൻ തൻ്റെ കയ്യിൽ ഇത്തിരി വെള്ളമെടുത്ത് വന്നിട്ട് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. ദക്ഷ. അവളൊന്ന് ഞരങ്ങി. എന്താടോ, തനിക്ക് എന്താ പറ്റിയത്? ഈ കണ്ണൊന്ന് തുറന്നേ. അവൻ ദക്ഷയുടെ കവളിൽ പിടിച്ചു കുലുക്കി. അപ്പോഴേക്കും ദക്ഷ മിഴികൾ മെല്ലെ ചിമ്മി തുറന്നു. രുദ്രേട്ടാ. അവൾക്ക് പെട്ടെന്ന് രുദ്രനെ കണ്ടപ്പോൾ സങ്കടം വന്നു. എന്താടാ? അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ അവനും വിഷമമായി. ഞാൻ വാഷ്റൂമിൽ പോയതാ, ദേഹം കഴുകാൻ. എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ഞാൻ വന്നിട്ട് കയറിയ പോരായിരുന്നോടാ? അത് പിന്നെ ഞാൻ. അവൾക്ക് പിന്നെയും സങ്കടം. എനിക്ക് തല ചുറ്റിയതാ. എവിടെയെങ്കിലും ദേഹം ഇടിച്ചോടാ? ഇല്ല, ഞാൻ തറയിലേക്ക് വേഗം ഇരുന്നു. പക്ഷെ അപ്പോഴേക്കും പിന്നിലേക്ക് മറിഞ്ഞുപോയി. ആ പോട്ടെ, വേറൊന്നും പറ്റിയില്ലല്ലോ, സാരമില്ലാട്ടോ. അപ്പോഴേക്കും ദക്ഷ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബെഡ്ഷീറ്റ് അവളുടെ ദേഹത്തുനിന്ന് ഊർന്ന് താഴേക്ക് പോകാൻ തുടങ്ങിയതും രുദ്രൻ അതിൽ കയറി പിടിച്ചുകൊണ്ട് മേൽപോട്ട് കയറ്റി വെച്ചു. രുദ്രേട്ടാ. അവൾക്ക് ആകെക്കൂടി വല്ലായ്മ. അപ്പോഴാണ് തൻ്റെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഇല്ലെന്നുള്ളത് ദക്ഷ മനസ്സിലാക്കിയത്. അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. ബെഡ്ഷീറ്റ് എടുത്ത് വട്ടം ചുറ്റി പുതച്ചുകൊണ്ട് അവൾ കാൽമുട്ടിനു മുകളിൽ മുഖം പൂഴ്ത്തിയിരുന്നു. ദക്ഷ. അവൾ സങ്കടത്തോടെ മൂളി. രുദ്രന് കാര്യം മനസ്സിലായി. സാരമില്ല, ഞാനല്ലേടാ, വേറെ ആരും അല്ലല്ലോ. അവൻ അവളുടെ അനാവൃതമായ തോളിലൊന്ന് തലോടി. നിനക്ക് ഞാൻ അന്യനാണോ ദക്ഷ? അവൻ വീണ്ടും ചോദിച്ചപ്പോൾ ദക്ഷ മുഖമുയർത്തിയിട്ട് നിഷേധ രൂപേണെ തല ചലിപ്പിച്ചു. പിന്നെ എന്തിനാ ഇപ്പോഴീ കരച്ചിൽ? ഒന്നുമില്ല, കരയാതെഴുന്നേറ്റ് വാടോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവൻ തോളിൽ തട്ടിയെങ്കിലും ദക്ഷ അനങ്ങാതിരുന്നു. വാടോ. വേണ്ട, എനിക്ക് മടിയാ. എന്തിന്? ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം, ഏട്ടൻ പൊയ്ക്കോളൂ. എഴുന്നേറ്റ് വാദിച്ചു, ഞാനല്ലേ വിളിക്കുന്നേ. അവൻ ദക്ഷയുടെ അരികിലായി കിടക്കയിലിരുന്നു. ദേ, ഞാൻ എവിടേക്കും നോക്കിയില്ല, ഒന്നും കണ്ടിട്ടുമില്ല, പോരെ. അവൻ പറഞ്ഞതും പെണ്ണ് നെറ്റി ചൊളിച്ചുകൊണ്ട് മുഖമുയർത്തി. ഒന്നും കണ്ടില്ലടി, സത്യം. അവൻ്റെ കുസൃതി നിറഞ്ഞ മിഴികൾ അവളോട് സത്യം വെളിപ്പെടുത്തിയത് കണ്ടതും ദക്ഷയ്ക്ക് ആകെ കൂടി നാണം. വാടി, ഈ പുതപ്പ് ചുറ്റിപ്പിടിച്ച് നമുക്ക് വാഷ്റൂമിൽ പോകാം. അപ്പം പിന്നെ കുഴപ്പമില്ല. അതൊന്നും വേണ്ട, ഏട്ടനിവിടെ നിന്നാൽ മതി. ഞാൻ ചെന്നിട്ട് മേല് കഴുകി വരാം. ഇനി തല കറങ്ങിയാലോ? ഞാൻ ഡോറടയ്ക്കില്ല. എങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം. ഞാൻ വെളിയിൽ നിന്ന് നിൻ്റെ കുളിസയും കണ്ടോളാം, പോരെ. അയ്യേ, ഈ രുദ്രേട്ടൻ ചീ. അവൾ മുഖം ഒരു വശത്തേക്ക് ചെരിച്ചു. ഡേ, ഉള്ള കാര്യം പറയാം, എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി യാതൊന്നും ബാക്കിയില്ല. ശോ, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും. നിന്റെ ഭീഷണിയൊന്നും ഇവിടെ നടക്കില്ല, പറഞ്ഞുകൊണ്ടവൻ അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തു. യോ രുദ്രേട്ടാ, എന്തായി കാണിക്കുന്നേ? ദക്ഷ കിടന്നു കുതറി. എൻ്റെ വയറ് വേദനിക്കും കേട്ടോ, അവൾ ഉച്ചത്തിൽ പറഞ്ഞതും രുദ്രൻ ഒന്ന് ഭയന്നു. മുറിവ് താങ്ങുമോ എന്ന് അവന് പേടിയായി. വാഷ്റൂമിൽ കിടക്കുന്ന ചെയറിൽ കൊണ്ടുപോയി രുദ്രൻ അവളെ ഇരുത്തി. ലക്ഷ്മിയമ്മയായിരുന്നു വാഷ്റൂമിൽ ഒരു ചെയറൊക്കെ എടുത്തിട്ടിരുന്നത്. രുദ്രേട്ടൻ ഇറങ്ങിപ്പോയിക്കോളൂ, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഡോറ് ക്ലോസ് ചെയ്യണ്ട, ഞാൻ അപ്പുറത്ത് കാണും കേട്ടോ. ദക്ഷ തലകുലുക്കിയതും രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി. ദക്ഷ തൻ്റെ ദേഹത്ത് പുതച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്തു മാറ്റി. തൻ്റെ പ്രതിബിംബം ചോരിലെ മിററിൽ കണ്ടപ്പോൾ അവൾക്കാകെ കൂടി നാണക്കേട്. സ്വന്തം മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേ, രുദ്രേട്ടൻ എല്ലാം കണ്ടോ? അതും ഇങ്ങനെ. അയ്യേ. ദക്ഷ ചുളിഞ്ഞ മുഖത്തോടെ തൻ്റെ ദേഹത്തേക്ക് നോക്കി. ഡീ, വായി നോക്കി നിൽക്കാതെ കുളിച്ചിട്ട് വാടി, അവൻ ഉച്ചത്തിൽ പറഞ്ഞതും ദക്ഷ ഞെട്ടിത്തിരിഞ്ഞു. രുദ്രൻ അപ്പുറത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. മോനെ, ദക്ഷ എവിടെ? ലക്ഷ്മിയമ്മയുടെ ശബ്ദം കേട്ടതും ദക്ഷ വാതിൽ ചേർത്തടച്ചു. അവൾ കുളിക്കുന്നു. അയ്യോ, ഒറ്റയ്ക്കോ? കുട്ടിക്ക് പറ്റുമോ മോനെ? ആ, അവൾക്ക് ഹെൽപ്പ് വേണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴേക്കും ലക്ഷ്മിയമ്മ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. മോളെ, ഞാൻ മേല് കഴുകുന്നേ ഉള്ളൂ, ഇപ്പോൾ വരാമേ. മോളെ, അമ്മ സഹായിക്കാം. വേണ്ട, കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് വരാം, അവൾ വിളിച്ചു പറഞ്ഞു. കുളിച്ചു മാറുവാനുള്ള ഡ്രസ്സ് നേരത്തെ എടുത്തതുകൊണ്ട് ദക്ഷ അതിട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി വന്നു. ലക്ഷ്മിയമ്മ അവൾക്ക് കഴിക്കാനുള്ള ഫുഡ് റൂമിലേക്ക് കൊണ്ടുവന്നു. താഴേക്ക് ഇറങ്ങി വരണ്ട, എപ്പോഴും ഈ സ്റ്റെപ്പ് ഇറങ്ങണ്ടേ, ബാക്ക് പെയിൻ വരും, അതുകൊണ്ട് അമ്മ കൊണ്ടുവന്നതാ. ശോ, അത് കുഴപ്പമില്ല, ഞാൻ പതിയെ വന്നോളാമേ. ഏയ് വേണ്ട വേണ്ട, എൻ്റെ പൊന്നുമോൾ ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. അവരവളെ പിടിച്ചിരുത്തി. എന്നിട്ട് ദക്ഷയുടെ മുടിയൊക്കെ നന്നായി ചീക്ക് പിന്നി ഇട്ട് കൊടുത്തു. ഇത്തിരി നേരം ദക്ഷയോട് സംസാരിച്ചിരുന്നിട്ട് ലക്ഷ്മിയമ്മ താഴേക്ക് ഇറങ്ങിപ്പോയി. ഭക്ഷണം നന്നായി കഴിക്കും ദക്ഷ, ഇല്ലെങ്കിൽ ഇനിയും തലചുറ്റൽ വരും. രുദ്രൻ ഇത്തിരി ഗൗരവത്തിൽ അവളെ നോക്കി. ദക്ഷ ഭക്ഷണത്തിന് മുൻപുള്ള ഗുളികകളൊക്കെ കഴിച്ചു. ശേഷം ലക്ഷ്മി കൊണ്ടുവന്നു വെച്ച ചോറും കറികളും ഒക്കെ എടുത്തു. ഏട്ടൻ പോയി കഴിച്ചിട്ട് വന്നോളൂ, നേരെ 8 മണി കഴിഞ്ഞു. അതൊന്നും സാരമില്ല, 8 മണിയല്ലേ ആയുള്ളൂ, നീ ഇപ്പം കഴിക്ക്, എന്നിട്ട് ഞാൻ പോയിക്കോളാം. ദക്ഷ ആ ഭക്ഷണം മുഴുവനും കഴിച്ചു തീർന്ന ശേഷമാണ് രുദ്രൻ എഴുന്നേറ്റ് അവളുടെ പ്ലേറ്റുകളും എടുത്ത് പുറത്തേക്ക് പോയത്. ദക്ഷ ആ സമയത്ത് ഫോണെടുത്തിട്ട് അമ്മയെ വിളിച്ച് സംസാരിച്ചു. അവളുടെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ദക്ഷ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ചപ്പാത്തിയും വെജ് കുറുമയും കഴിച്ച ശേഷം പെട്ടെന്ന് തന്നെ രുദ്രൻ മുകളിലേക്ക് കയറി വന്നു. നാളെ അത്തമാണ് കേട്ടോ, ദക്ഷ ഫോണിൽ നോക്കിയിട്ട് അവനോട് പറഞ്ഞു. ഓണത്തിന് എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, അപ്പോഴേക്കും എൻ്റെ ക്ഷീണമൊക്കെ മാറുമായിരിക്കും അല്ലേ രുദ്രേട്ടാ? വീട്ടിലേക്ക് പോകുമൊന്നും വേണ്ട, നിൻ്റെ അമ്മയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അച്ഛൻ അയാൾ വിലാസിനിയുടെ വീട്ടിൽ പോവായിരിക്കും, ഓണം അവിടെ ആഘോഷിക്കാനായിരിക്കും അയാളുടെ പ്ലാന്. നിൻ്റെ അമ്മയോട് ഇങ്ങോട്ട് പോരാൻ പറയാം. 1-2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അമ്മ ഇവിടെ നിന്നോളും. ഇവിടെ അങ്ങനെ വന്ന് നിൽക്കില്ല, അമ്മയ്ക്ക് മടിയാണ്. എന്നോട് അങ്ങോട്ട് വരാനാണ് അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്. നീ എവിടേക്കും പോകുന്നില്ല. രുദ്രന് ദേഷ്യം വന്നു. രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞതും ദക്ഷയ്ക്ക് ആകെ സങ്കടം. അവളുടെ മുഖം വാടി. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് അവൻ അടുത്തു വന്ന് കിടന്നു. നിനക്ക് വിഷമമായോ? രുദ്രൻ ചോദിച്ചതും ദക്ഷയുടെ മിഴികൾ നിറഞ്ഞു. ഡീ, അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. സങ്കടായോന്ന് ചോദിച്ച് കേട്ടില്ലേടി? ഏയ് ഇല്ല. പിന്നെ? ഒന്നുമില്ല, ഏട്ടൻ ഉറങ്ങിക്കോ. നീ എവിടേക്കും പോകുന്നത് എനിക്കിഷ്ടമല്ല, അവൻ പറഞ്ഞതും ദക്ഷ മെല്ലെ മുഖം ചിരിച്ച് രുദ്രനെ നോക്കി. പോണോടി, ഇനി അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ എതിർത്ത് പറയില്ല, പോരെ? മടിയോടെ ആണേലും അവൻ പറഞ്ഞു. വേണ്ട, പോകണ്ട. രുദ്രൻ്റെ വലങ്കൈ എടുത്ത് അവൾ തൻ്റെ ചുണ്ടോട് ചേർത്തു. കാണാണ്ടിരിക്കാൻ പറ്റില്ലടി, അതുകൊണ്ടാ. ആദ്യമായി അത്രമേൽ സ്നേഹത്തോടെ തൻ്റെ പ്രാണനോട് അവൻ തുറന്നു പറഞ്ഞതും അവളുടെ മിഴികൾ പിടഞ്ഞു പോയിരുന്നു. രുദ്രൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൊണ്ടവൾ തേങ്ങലടക്കാൻ പാടുപെട്ടു. എന്താ ദക്ഷ, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? രുദ്രൻ അവളുടെ തോളിൽ മൃദുവായി ഒന്ന് തട്ടിക്കൊടുത്തു. അറിയില്ല, എനിക്കാകെ സങ്കടം പോലെ. അവൾ പിന്നെയും വിതുമ്പി. നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം, നീ ആദ്യം ഓക്കെ ആവട്ടെ, എന്നിട്ടൊരു ദിവസം. നീ ഇങ്ങനെ കരയാതെ ദക്ഷ, പ്ലീസ്, അവൻ വീണ്ടും അവളോട് പറഞ്ഞു. രുദ്രേട്ടന് ശരിക്കും എന്നെ ഇഷ്ടാണോ? ചോദിച്ചതും അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. നിന്നെ അല്ലാതെ വേറെ ആരടി ഞാൻ ഇഷ്ടപ്പെടുന്നത്? നീ എൻ്റെ അല്ലേ, എൻ്റെ സ്വന്തം, എൻ്റെ മാത്രം. അവളുടെ താടിത്തുമ്പിന്മേൽ തൻ്റെ ചെറുവിരൽ മുട്ടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അവളുടെ കണ്ണീർ ചൂടിൽ അവൻ്റെ കൈത്തലം പോലും ചുട്ടു പൊള്ളിയിരുന്നു. വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് കിടന്നോണം കേട്ടോ. എനിക്കെന്തൊക്കെയോ സങ്കടം, മനസ്സ് പിടിച്ചാൽ കിട്ടാത്ത പോലെ. നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. ഞാനുണ്ട്, അമ്മയുണ്ട്, നിൻ്റെ ലേഖമ്മയുണ്ട്. എല്ലാവരും കൂടെയുള്ളപ്പോൾ എന്തിനാ വെറുതെ വേണ്ടാത്ത വിചാരങ്ങളെ മനസ്സിലിട്ട് താലോലിക്കുന്നത്? അറിയില്ലേട്ടാ,
നല്ല കുട്ടിയായിട്ട് അടങ്ങിക്കിടക്ക്. നേരം ഒരുപാടായി. നാളെ അത്തമല്ലേ? ഇവിടെ അമ്മ പൂക്കളം ഇടും. ഓ, ആ, എല്ലാ വർഷവും ഇടും. അന്ന് ആദ്യമായി രുദ്രൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ്റെ ഹൃദയതാളം കേട്ടുകൊണ്ട് ദക്ഷ ഉറങ്ങിയത്. അതിരാവിലെ രുദ്രൻ ക്ഷേത്രത്തിൽ പോകാനായി എത്തിയതാണ്. ദക്ഷയ്ക്കാണെങ്കിൽ രാത്രിയിലൊക്കെ വല്ലാത്ത പേടിയും ഞരക്കവും മൂളലും ഒക്കെയാണ്. അതുകൊണ്ടവൻ മേൽശാന്തിയെ കണ്ട് ഒരു ചരട് ജപിച്ച് കൊണ്ടുപോകാനായി വന്നു. കാര്യങ്ങളൊക്കെ മേൽശാന്തിയോട് അവൻ പറയുകയും ചെയ്തു. രുദ്രൻ വിഷമിക്കൊന്നും വേണ്ട. ആ കുട്ടിയുടെ സമയം ഇത്തിരി മോശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ കടന്നുകൂടി വരും. ശരിക്കും പ്രാർത്ഥിക്കാൻ പറയുക. ഒപ്പം താനും പ്രാർത്ഥിക്കൂ കേട്ടോ. ശരി തിരുമേനി. അവൻ തലകുലുക്കി. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ചരട് ജപിച്ചു കൊടുത്തു. രുദ്രൻ ജപിച്ച ചരടുമായി വീട്ടിലെത്തിയപ്പോൾ അമ്മയും അമ്മമ്മയും കൂടിയിരുന്ന് പൂക്കളം ഇടുന്നുണ്ട്. കാലത്ത് അമ്പലത്തിൽ പോയോ മോനെ? അമ്മമ്മയാണ്. കുറച്ച് ദിവസമായല്ലോ ഞാൻ അമ്പലത്തിൽ പോയിട്ട്. അതുകൊണ്ട് ഇന്ന് പോകാമെന്ന് കരുതി. അവൻ പൂക്കളം ഇടുന്നതൊക്കെ ഒന്ന് നോക്കിയ ശേഷം പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. തുടരും.